നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അത് അയവില്ലാതെ തുടരുകയാണ്. ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല, വെടിപൊട്ടലുകളൊന്നുമില്ല. പക്ഷേ പ്രതിസന്ധി അത് അതിരൂക്ഷമാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു. അത് കാരണം എണ്ണ നീക്കം വളരെയധികം തടസ്സപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇറാൻ്റെ തുറമുഖങ്ങൾ അത് അമേരിക്ക ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്നും നടക്കുന്നില്ല. ഇറാൻ്റെ ഈ എണ്ണ വ്യാപാരം അത് അപ്പാടെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇറാൻ്റെ വരുമാന മാർഗം ഇടിഞ്ഞിരിക്കുന്നു. ഇറാൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇറാനിൽ കൊടും പട്ടിണി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ നിലയിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം പോവുകയാണ്. അമേരിക്കയും ഇറാനും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ആരും ഒരു സമവായത്തിലെത്താൻ ശ്രമിക്കുന്നില്ല. സമാധാന ശ്രമം അകലെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നേറാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതീവ രഹസ്യമായി ഇറാനിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ UAE സന്ദർശിച്ചുവെന്നും UAEയുടെ പ്രസിഡന്റും ഈ നെതന്യാഹുവുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നുമുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അത് ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ UAE കേന്ദ്രങ്ങൾ അത് നിരസിക്കുകയാണ്. UAEയും ഇസ്രായേലും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ അത് നേരിട്ടുള്ള നേരെ പോ ബന്ധമാണ്, അല്ലാതെ രഹസ്യമായി യാതൊരു ഇടപാടുമില്ല എന്ന് UAE അധികൃതർ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് തന്നെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ എന്താകാം ഈ രാജ്യങ്ങൾ ചർച്ച ചെയ്തത്? അതിന് തൊട്ടു പിന്നാലെയാണ് ഒപ്പക് എന്ന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും UAE പുറത്തുപോയത്. മാത്രമല്ല ഈ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഏറ്റവും അധികം പ്രത്യാക്രമണം നടത്തുന്നത് UAEയിലേക്കാണ്. മറ്റ് രാജ്യങ്ങളുടെ അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിക്കുന്നതെങ്കിൽ UAEയുടെ വിമാനത്താവളങ്ങളെയും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ഒക്കെ ആക്രമണം നടത്തുന്നുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം UAEയിലുണ്ട്, ഇപ്പോൾ തന്നെയുണ്ട്. ആ സംവിധാനത്തിന് നേരെ ആക്രമണം നടക്കുമോ, അതായത് അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനിന് നേരെ ആക്രമണം നടക്കുമോ എന്ന ആശങ്ക UAEക്കുണ്ടായിരുന്നു. ഈ ആക്രമണം തടയാനായി ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ബാറ്ററീസ് പെട്ടെന്ന് ഈ UAEയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ ഉന്നതതല ചർച്ചയുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ അതീവ രഹസ്യമായി പുറത്തു വരുന്ന വിവരം. അതായത് UAEയെയും UAEയുടെ പൈപ്പ് ലൈനിനെയും രക്ഷിക്കാൻ ഇസ്രായേൽ അവിടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ ആക്രമിക്കാൻ ഇറാന് ഒരു കാരണവശാലും സാധിക്കില്ല. ഇസ്രായേലിൻ്റെ ലോക പ്രശസ്തമായ അയൺ ഡോമാണ് അതിനുപയോഗിക്കുന്നത് എന്നാണ് സൂചന. മാത്രമല്ല ഈ മേഖലയിൽ മറ്റൊരു പൈപ്പ് ലൈൻ കൂടി സ്ഥാപിക്കാൻ UAE ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് ദിനം പ്രതി 1.5 മില്യൺ ബാരൽ എണ്ണ മാത്രമേ ഈ പൈപ്പ് ലൈനിലൂടെ ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് എത്തിക്കാൻ UAEക്ക് സാധിക്കുകയുള്ളൂ. ഇവരുടെ എക്സ്പോർട്ട് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഏതാണ്ട് 3 മില്യൺ ബാരൽ പെർ ഡേ എന്ന നിലയിലേക്ക് ഈ പൈപ്പ് ലൈൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 2027 ആ പ്രവർത്തനങ്ങൾ തീർക്കാനാണ് ഇപ്പോൾ UAE ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി പുരോഗമിക്കുമ്പോൾ ഈ ഫെസിലിറ്റിയെ ഇറാൻ ലക്ഷ്യമിടാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാനാണ് ഇപ്പോൾ UAE ശ്രമിക്കുന്നത്. കൂടാതെ അതിവേഗം പൈപ്പ് ലൈനിന് കൂടെയുള്ള എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കാനും UAE ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതം ഇങ്ങനെ എല്ലാ കാലവും അടഞ്ഞു കിടന്നാലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് എത്താൻ UAE പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളും പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി, ഗൾഫ് മേഖലയിലല്ലാതെ മറ്റു രാജ്യങ്ങളുമായി എണ്ണയും അതുപോലെ തന്നെ LPGയും ഒക്കെ വാങ്ങാനുള്ള ശ്രമം നടക്കുന്നു. UAEയുടെ ഈ അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വഴി എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള തന്ത്രങ്ങളും അല്ലെങ്കിൽ ആ നീക്കങ്ങളും ഇപ്പോൾ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ UAE സന്ദർശിക്കുന്നത് ഇന്ത്യയുടെ എണ്ണ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് UAEയുടെ സഹായവും പിന്തുണയും തേടാനായിട്ടാണ്. ഇങ്ങനെ ഹോർമൂസ് കടലിടുക്ക് എത്ര കാലം അടഞ്ഞു കിടന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാനായി ചില രാജ്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. അതിൽ ഇന്ത്യയും ഇസ്രായേലും UAEയും ഒക്കെ പെടും. ഇങ്ങനെ UAEയുടെ പൈപ്പ് ലൈൻ സംരക്ഷിക്കുന്നതിൻ്റെ പകരമായി ഇസ്രായേലിന് UAE എണ്ണ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇത്തരം രാജ്യങ്ങൾക്കെല്ലാം എണ്ണ കൊടുക്കണമെങ്കിൽ ഒപ്പക് രാജ്യങ്ങളുടെ നിബന്ധന അനുസരിച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് UAE ഒപ്പക് രാജ്യങ്ങളുടെ സംഘടനയിൽ നിന്നും പുറത്തു വന്നത്. മാത്രമല്ല
ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിൽ ഇന്നലെയും ഇന്നുമായി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ ഉടനീളം ചൈനയും അമേരിക്കയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് എങ്ങനെയെങ്കിലും തുറക്കണമെന്ന് മാത്രമാണ്. പക്ഷേ അതിൻ്റെ മാർഗങ്ങൾ ആരായാൻ ഇരു രാജ്യങ്ങളും ഇപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ്റെ ഡ്രോൺ യൂണിറ്റുകൾ, ആ രഹസ്യമായി ഇറാൻ ഡ്രോൺ നിർമ്മിക്കുന്നത് എവിടെ എന്ന് കണ്ടെത്താനുള്ള അതിതീവ്രമായ പരിശ്രമം ഇപ്പോൾ അമേരിക്കൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ തുടരുന്ന അമേരിക്കയുടെ കപ്പലുകൾക്കും മറ്റും ഇറാനെ കയറി അടിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഡ്രോണുകളാണ്. ഈ ഡ്രോണുകളെ നിർമ്മിക്കുന്നത് ഇല്ലാതാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അബ്ബാസ് അരാഗ്ചി ബ്രിക്സ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത് ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് തന്നെയാണ്. അതിന് ഈ അമേരിക്ക കാണിക്കുന്ന അധിനിവേശം, അതിനെ ശക്തമായി ബ്രിക്സ് രാജ്യങ്ങൾ അപലപിക്കണം എന്നാണ് അബ്ബാസ് അരാഗ്ചി, ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരാഗ്ചി ബ്രിക്സ് ലോകരാജ്യങ്ങളോട് അല്ലെങ്കിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബ്രിക്സിൻ്റെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞതും അതുതന്നെയാണ്. ഇത് ആഗോളതലത്തിൽ നല്ലതിനല്ല ഇത്തരത്തിൽ കടൽ മാർഗങ്ങൾ അടച്ചുകെട്ടുന്നത്. അങ്ങനെ അടച്ചുകെട്ടാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു. എന്തായാലും ഇറാൻ വിഷയം അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക വിഷയം, പശ്ചിമേഷ്യൻ സംഘർഷം ലോകമെമ്പാടും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്ന് അതിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ അതിലകപ്പെട്ട് കിടക്കുന്ന കപ്പലുകളെ എങ്ങനെയും മോചിപ്പിക്കുക എന്നതിനുള്ള മാർഗങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോഴും മറുഭാഗത്ത് ഹോർമൂസ് കടലിടുക്കിനെ വെല്ലാനുള്ള അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പല രാജ്യങ്ങളുടെയും തന്ത്രങ്ങളും ഒരുപോലെ പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. എത്ര നാൾ ഈ സംഘർഷാവസ്ഥ തുടരുമെന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. യുദ്ധം അവസാനിച്ചേക്കാമെന്നും ഇപ്പോഴുള്ള ഈ വെടിനിർത്തൽ അത് താൽക്കാലിക യുദ്ധവിരാമമായി മാറിയേക്കാമെന്നുമുള്ള ചില ശുഭസൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ശുഭസൂചനകളില്ല. ഇറാനും അമേരിക്കയുമായി കൊമ്പുകോർക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. മറ്റു ചില ലക്ഷ്യങ്ങളും പുതിയ ആയുധങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ എത്ര നാൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അമേരിക്ക മറുഭാഗത്ത് സാമ്പത്തികമായി ഇറാൻ്റെ നട്ടെല്ലൊടിക്കാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു.